സിയോൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോശേയ, യോവേൽ എന്നീ രണ്ട് പ്രവചന പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യം: തത്സമയത്ത് മടക്കിയെടുക്കുന്നത് എന്താണ്? ഉത്തരം: വീഞ്ഞ്. ഹോശേയുടെ പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: പ്രത്യാശയുടെ വാതിൽ ഏതാണ്? ഉത്തരം: ആഖോർ താഴ്വര. ഹോശേയുടെ പ്രവചനം 2-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: ഭൂമി എന്തിനൊക്കെ ഉത്തരം നൽകും? ഉത്തരം: ധാന്യം, വീഞ്ഞ്, എണ്ണ. ഹോശേയുടെ പ്രവചനം 2-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: ദിബ്ലയീമിൻ്റെ മകൾ ആരാണ്? ഉത്തരം: ഗോമർ. ഹോശേയുടെ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസ്രയേലിൻ്റെ രക്തപാതകങ്ങളെ ആരോടാണ് സന്ദർശിക്കുന്നത്? ഉത്തരം: യേഹൂ ഗ്രഹത്തോട്. ഹോശേയുടെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ലോരൂഹമ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: കരുണ ലഭിക്കാത്തവൾ. ഹോശേയുടെ പ്രവചനം 1-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: നാൾ വലുതായിരിക്കുമല്ലോ, ആരുടേതാണ്? ഉത്തരം: ഇസ്രയേലിൻ്റെ. ഹോശേയുടെ പ്രവചനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതിയവൻ ആരാണ്? ഉത്തരം: യാക്കോബ്. ഹോശേയുടെ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആരുടെ ബലിപീഠങ്ങളാണ് വയലിലെ ഉഴച്ചാലുകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആകുന്നത്? ഉത്തരം: ഗിലെയാദ്യരുടെ. ഹോശേയുടെ പ്രവചനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബുദ്ധിയെ കെടുത്തുകളയുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: പരസംഗം, വീഞ്ഞ്, പുതിയ വീഞ്ഞ്. ഹോശേയുടെ പ്രവചനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നത് ആരാണ്? ഉത്തരം: മത്സരികൾ. ഹോശേയുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: വ്യവഹാരത്തിൽ തോറ്റവൻ ആരാണ്? ഉത്തരം: എഫ്രയീം. ഹോശേയുടെ പ്രവചനം 5-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: എന്താണ് പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്നത്? ഉത്തരം: മഞ്ഞ്. ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഇസ്രയേലിന് ചികിത്സ ചെയ്യുമ്പോൾ ആരുടെ ദുഷ്ടതയാണ് വെളിപ്പെട്ടു വരുന്നത്? ഉത്തരം: ശമര്യയുടെ. ഹോശേയുടെ പ്രവചനം 7-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ആരാണ് മാവ് കുഴച്ചതു മുതൽ അത് പുളിക്കുവോളം തീയെരിക്കാതെ ഇരിക്കുന്നത്? ഉത്തരം: അപ്പക്കാരൻ. ഹോശേയുടെ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: എന്തിനെ പോലെയാണ് യഹോവയുടെ ആലയത്തിൽ ചാടി വീഴേണ്ടത്? ഉത്തരം: കഴുകനെ പോലെ. ഹോശേയുടെ പ്രവചനം 8-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: എന്താണ് മാവിനെ നൽകാത്തത്? ഉത്തരം: ഞാറ്. ഹോശേയുടെ പ്രവചനം 8-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: എഫ്രയീം മലിനമായത് തിന്നുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം: അശ്ശൂരിൽ വെച്ച്. ഹോശേയുടെ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: ആരാണ് ഭ്രാന്തൻ? ഉത്തരം: ആത്മപൂർണൻ. ഹോശേയുടെ പ്രവചനം 9-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: ആരെക്കുറിച്ചാണ് ജാതികളുടെ ഇടയിൽ ഉഴന്നു നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്?
ഉത്തരം എഫ്രൈമിനെ കുറിച്ച്. ഹോശയുടെ പ്രവചനം 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇസ്രയേൽ തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം എന്താണ് ഉണ്ടാക്കിയത്? ഉത്തരം ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങൾ. ഹോശയുടെ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, വിളിക്കും തോറും വിട്ടകന്നു പോയത് ആരാണ്? ഉത്തരം ഇസ്രയേൽ. ഹോശയുടെ പ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ ഗർജിക്കുമ്പോൾ മക്കൾ എവിടെ നിന്നാണ് വിറച്ചുകൊണ്ട് വരുന്നത്? ഉത്തരം പടിഞ്ഞാറു നിന്ന്. ഹോശയുടെ പ്രവചനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് വഞ്ചന കൊണ്ട് യഹോവയെ ചുറ്റുന്നത്? ഉത്തരം ഇസ്രയേൽ ഗ്രഹം. ഹോശയുടെ പ്രവചനം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ ധാന്യക്കളങ്ങളിൽ എന്താണ് ആഗ്രഹിച്ചത്? ഉത്തരം വേശ്യസമ്മാനം. ഹോശയുടെ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ എത്രാമത്തെ ദിവസമാണ് നമ്മെ എഴുന്നേൽപ്പിക്കുന്നത്? ഉത്തരം 3-ാം ദിവസം. ഹോശയുടെ പ്രവചനം 6-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഹോമയാഗങ്ങളെക്കാൾ പ്രസാദിക്കുന്നത് എന്തിലാണ്? ഉത്തരം ദൈവപരിജ്ഞാനത്തിൽ. ഹോശയുടെ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എഫ്രൈം ബോധിച്ചതുപോലെ എന്താണ് ഉണ്ടാക്കിയത്? ഉത്തരം വിഗ്രഹങ്ങളെ. ഹോശയുടെ പ്രവചനം 13-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് അകൃത്യം നിമിത്തം വീണത്? ഉത്തരം ഇസ്രയേൽ. ഹോശയുടെ പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് യഹോവയുടെ വഴിയിൽ ഇടറി വീഴുന്നത്? ഉത്തരം അതിക്രമക്കാർ. ഹോശയുടെ പ്രവചനം 14-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, യോവേലിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം പെതുവേൽ. യോവേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് ആരാണ് തിന്നത്? ഉത്തരം വിട്ടിൽ. യോവേൽ പ്രവചനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയ 2 യാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഭോജനയാഗവും പാനീയയാഗവും. യോവേൽ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ഉണങ്ങിപ്പോയ വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മാതളം, ഈന്തപ്പന, നാരകം. യോവേൽ പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ എന്താണ് ഇടിഞ്ഞു പോയത്? ഉത്തരം കളപ്പുരകൾ. യോവേൽ പ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതിയുടെ മുൻപിൽ ദേശം എന്തുപോലെയാകുന്നു? ഉത്തരം ഏദൻ തോട്ടം. യോവേൽ പ്രവചനം 2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വടക്ക് നിന്നുള്ള ശത്രുവിൻ്റെ പിൻപടയെ എവിടെയാണ് ഇട്ടുകളയുന്നത്? ഉത്തരം പടിഞ്ഞാറേ കടലിൽ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, അനുഭവ പുഷ്ടി നൽകുന്ന 2 വൃക്ഷങ്ങൾ
ഏതൊക്കെയാണ്? ഉത്തരം അത്തിയും മുന്തിരിയും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ദർശനങ്ങളെ ദർശിക്കുന്നത്? ഉത്തരം യൗവനക്കാർ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് എവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം യഹോശഫാത്ത് താഴ്വരയിൽ. യോവേൽ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ നാദം കേൾപ്പിക്കുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം യെരൂശലേമിൽ നിന്ന്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം. ഈ 2 പ്രവചന പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന പഠനത്തിന് നിങ്ങൾക്ക് സഹായകരമാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.